ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ദോശയാണ്. വെറും അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ദോശ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ടൊന്ന് പോയാലോ. 5 മിനിറ്റിൽ ഉണ്ടാക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്ക് ആവശ്യമായിട്ട് 1 കപ്പ് അരിപ്പൊടി ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പം ഇടിയപ്പത്തിന് എടുക്കത്തില്ലേ, ആ അരിപ്പൊടി ഒന്ന് എടുക്കാം. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസിൻ്റെ അളവിന് എടുക്കുന്നോ അതേ ഗ്ലാസിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ വീണ്ടും 1/2 കപ്പ് വെള്ളം ചേർക്കേണ്ടതുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മൊത്തം 1 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരിപ്പൊടിയെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം പോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ക്യാരറ്റ്, മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ തൈരോ ഒന്നും ചേർക്കുന്നില്ല, വെറും വെജിറ്റബിൾസ് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 ടേബിൾ സ്പൂണ് കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ്, അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് വേണ്ടത് ജീരകമാണ്, നല്ല ജീരകമാണ്, അത് ഇതുപോലെ 1/4 ടേബിൾ സ്പൂണ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ദോശ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ദോശക്കല്ല് എപ്പോഴും നല്ല ചൂടായിട്ടാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് ഇതിനെ 30 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 30 സെക്കൻഡ് ആകട്ടെ. 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് ഇതുപോലെ 30 സെക്കൻഡ് ഒന്ന് വെന്ത് വരട്ടെ. 30 സെക്കൻഡ് ആയിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ദോശയെ ഒന്ന് എടുക്കാം. സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മറ്റൊരു ദോശയും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 30 സെക്കൻഡ് ഒന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ദോശ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ദോശ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് മണി സേവിങ് ടിപ്സ്, ഗോൾഡ് സേവിങ് ടിപ്സ്, റെസിപ്പീസ് എന്നിവ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.